ഗ്രേസ് ആന്റണിയും ബേസിൽ ജോസഫും ആദ്യമായി ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നുണക്കുഴി. KR കൃഷ്ണകുമാർ തിരക്കഥ ഒരുക്കിയ നുണക്കുഴി ഡാർക്ക് ഹ്യൂമർ ജോണറിൽപ്പെട്ട ചിത്രമാണ്. സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ ഒരുപാട് ആരാധകരെ നേടിയ സംവിധായകൻ ജിത്തു ജോസഫ് ആണ് നുണക്കുഴി സംവിധാനം ചെയ്യുന്നത്. ഇപ്പോൾ ബേസിൽ ജോസഫിനെ കുറിച്ച് പറയുകയാണ് ഗ്രേസ് ആന്റണി. മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗ്രേസ്. ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ജിത്തു സാറിന്റെ ഒരു സിനിമ കിട്ടുന്നത്. ബേസിലിന്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് അതിനേക്കാൾ വലിയ ആഗ്രഹമായിരുന്നു. ഈ സിനിമയിൽ ബേസിലിന്റെയും എന്റെയും കഥാപാത്രങ്ങൾ തമ്മിൽ പരസ്പരം വലിയ യുദ്ധമാണ്. നേരിൽ കണ്ടാൽ കീരിയും പാമ്പും. നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിനിമയല്ല ഇത്. ഒരു ഗ്രൂപ്പ് പ്ലേ എന്തായാലും വേണ്ട സിനിമ തന്നെയാണ് നുണക്കുഴി. കൂടെ നിൽക്കുന്ന ആക്ടറും കോർപ്പറേറ്റ് ചെയ്തത് നിന്നാൽ മാത്രമേ സിനിമയെ രസകരമായി വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അത്രയും പോസിറ്റീവായ സെൻസിൽ മാത്രമാണ് ബേസിൽ എടുക്കാറുള്ളത്. അത് അയാളുടെ നല്ല ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്തൊരു ടേക്ക് കൂടെ പോകാമെന്ന് പറയും. അതിന് ബേസിൽ മടി കാണിക്കാതെ ചെയ്യാൻ റെഡിയാകും. നുണക്കുഴിയിൽ ഏറ്റവും കൂടുതൽ എനർജി എടുത്തിട്ടുള്ള കഥാപാത്രം ബേസിലിൻ്റെതാണ്. അയാൾക്ക് വലിയ എനർജി ആവശ്യമുണ്ട്. അതിനായി നല്ല എനർജി എടുത്തിട്ടാണ് ബേസിൽ ഓരോ സീനും ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ ചില ആഗ്രഹങ്ങൾ കൊണ്ട് റീടേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ബേസിൽ എനിക്ക് നന്നായി കോപ്പറേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. ചില സീനുകളിൽ എനിക്ക് എങ്ങനെയുള്ള മാനറിസമാണ് ഇടേണ്ടത് എന്ന സംശയമുണ്ടാകും. സാധാരണ ഞാൻ അത്തരം കാര്യങ്ങൾ ആരോടും ചോദിക്കാറില്ല. പക്ഷേ ബേസിലിന്റെ അടുത്ത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ ചെറിയ നൈസായ മാനറിസങ്ങൾ ബേസിൽ കാണിച്ചു തന്നു. ബേസിൽ ചെയ്യുന്നത് കണ്ടാണ് ഞാൻ ആ മാനറിസം ഇട്ടത്, ഗ്രേസ് ആന്റണി പറഞ്ഞു.